ജൂലൈ 2-ാം തീയതി എൻ്റെ ചക്കിമോൻ്റെ 7ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാനന്നൊരു പായസം ഉണ്ടാക്കി. കൂട്ടത്തിൽ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള പായസമാണേ. ഒരു ഉരുളി വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് 1 കപ്പ് ചെറുപയർ പരിപ്പ് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കണേ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളർ വരാൻ തുടങ്ങുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ എക്സ്ട്രാ കിടക്കുന്ന ഈ വെള്ളം കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പരുവാകുമ്പം വേണം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാൻ. ഞാനിപ്പം 2 കപ്പ് ശർക്കര ഉരുക്കിയ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ ശർക്കരപ്പാനി കിടന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പോൾ നന്നായിട്ടതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതും നല്ലതുപോലെ തിളപ്പിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ 2-ാം തേങ്ങാപ്പാലും നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഏലക്കായും ചുക്കും ജീരകവും കൂടെ പൊടിച്ച് വെച്ച പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇതൊന്ന് ചൂടായി ഒന്ന് ആവി പൊങ്ങി വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കൂടി ഇട്ട് വറുത്ത് അതിൻ്റെ കളറൊന്ന് മാറി ബ്രൗൺ ആകുമ്പം അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വറുത്തിട്ട് നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സിമ്പിളാണ്, പക്ഷെ കുറച്ച് ക്ഷമ വേണം. നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഓണാണ് വരുന്നത്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.